ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധന്യാസ് ഫാമിലി വ്ളോഗ്. അപ്പോൾ ഇന്ന് സോയ കൊണ്ട് ഒരു അടിപൊളി കറി തയ്യാറാക്കിയാലോ. സാധാരണ നമ്മൾ സോയ തയ്യാറാക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു ചെറിയൊരു സ്മെല്ലൊക്കെ കാരണം നമുക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടാറില്ല അല്ലേ. പക്ഷേ ഇതേപോലെ ഒന്ന് തയ്യാറാക്കി വെക്കുക, ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ. കുട്ടികൾക്കാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇഷ്ടപ്പെടും. അത്രയും ടേസ്റ്റുമാണ്, അടിപൊളി ഒരു കറിയാണ് കേട്ടോ. നമുക്ക് ചോറിനൊപ്പം ചപ്പാത്തിയുടെ ഒപ്പം ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ്. അപ്പോൾ മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഞാൻ എന്താ സോയയുടെ ആ കറി തയ്യാറാക്കാനായിട്ട് ഞാൻ ഒരു 200 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് സോയ എടുത്ത് നല്ലോണം വെള്ളം തിളപ്പിച്ചതിന് ശേഷം അതിലിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. അതൊരു 15 മിനിറ്റ് അതങ്ങനെ ഇരിക്കട്ടെ കേട്ടോ. അപ്പോൾ അതങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു അരപ്പ് തയ്യാറാക്കണേ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് ഞാൻ 2 മീഡിയം സൈസ് സവാളത്തെ നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ. അതൊന്ന് ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റി അതിൻ്റെ ആ ഒരു നിറമൊക്കെ ഒന്ന് മാറി വരണം കേട്ടോ. അതിന് ശേഷം അതിലേക്ക് ഞാൻ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് നമ്മുടെ കയ്യിൽ പേസ്റ്റ് ഉണ്ടെങ്കിൽ ഈ സമയത്ത് ഇടണ്ട, പേസ്റ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. രണ്ടും കൂടെ ഒരു 1.5 ടീസ്പൂൺ വരെ അങ്ങ് ഇട്ട് കൊടുക്കാമേ. അത് ഇട്ട് അതിൻ്റെ എല്ലാം കൂടെ നല്ലോണം ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഒരു കൈപ്പിടി അളവ് മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയിലയും കൂടെ ഒന്ന് വഴറ്റിയതിന് ശേഷം നല്ലൊരു ഫ്ലേവറും ആ കറിക്കൊരു നല്ലൊരു ടേസ്റ്റ് കിട്ടാനായിട്ട് നമുക്ക് കുറച്ച് കാഷ്യൂ നട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ കയ്യിലുള്ളതുപോലെ നമുക്ക് കാഷ്യൂ നട്ട് ഇട്ട് കൊടുക്കാമേ. അതെല്ലാം ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു 1.5 തക്കാളി കേട്ടോ, ഒരു മീഡിയം സൈസുള്ള ഒരു 1.5 തക്കാളി എടുത്ത് അതും കൂടെ നമുക്ക് ഇതിലോട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാമേ. അപ്പോൾ എല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. തക്കാളിയിലേക്ക് നമുക്ക് കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ അത് ചൂടാറുന്ന സമയം കൊണ്ട് നമ്മളത് സോയ നേരത്തെ എടുത്ത് വെച്ചിരുന്നല്ലോ, അപ്പോൾ അത് കുറച്ചുകൂടെ വെള്ളമൊക്കെ ഒഴിച്ച് നല്ലോണം ഒന്ന് കഴുകി അതിൻ്റെ ആ ഈർപ്പമൊക്കെ ഒന്ന് കളഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കൂട്ട് തയ്യാറാക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഇതാ ഒരു പാൻ വെച്ച് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല കട്ട തൈരാണ്. അത് ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. സോയയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. അതെല്ലാം കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള സോയ നമുക്ക് അതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് കൈ കൊണ്ട് തന്നെ നല്ലോണം അതങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാമേ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ആ കൂട്ടെല്ലാം ഈ സോയയിൽ മൊത്തത്തിലൊന്ന് റെഡിയായി കിട്ടണം കേട്ടോ. ആ കണക്കിന് നമുക്ക് ഫുള്ളായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാമേ. അപ്പോൾ അത് അവിടെ വരവി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നമുക്കങ്ങ് മാറ്റി വയ്ക്കാം. ഈ സമയം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ട് കൂട്ടൊക്കെ നല്ലോണം ചൂടാറിയിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് നമുക്ക് ഈ കൂട്ട് ഇട്ട് കൊടുക്കാം. വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. അതിലുള്ള ആ ഈർപ്പത്തിൽ തന്നെ നമുക്ക് നല്ലോണം അങ്ങ് അരച്ചെടുക്കാമേ. അപ്പോൾ അത് നല്ലോണം ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കറി കൂട്ടാണ് കേട്ടോ നമ്മുടെ ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ അതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു പാൻ വെച്ച് ആ പാനിലേക്ക് ഒരു 1.5 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടല്ലോ സോയ, അത് നമുക്ക് ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാമേ. ഫ്രൈ ചെയ്തൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ആ ചെറുതായിട്ടൊന്ന് ആ ഈർപ്പമൊക്കെ ഒന്ന് മാറി ആ നിറമൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വരുന്ന സമയത്ത് നമുക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ അതുവരെ നമുക്ക് മീഡിയം ഫ്ലെയിം ഇട്ടതിന് ശേഷം നല്ലോണം ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. എന്ന് വെച്ചാൽ ഒരുപാട് ഫ്രൈ ഒന്നും ആവണ്ട. ആ നിറം ഒന്ന് മാറി കിട്ടുന്നത് വരെ കണ്ടല്ലോ, നിറമൊക്കെ ഒന്ന് മാറി ആ ഈർപ്പമൊക്കെ ഒന്ന് വറ്റി ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയി തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഇത് പാനിൽ നിന്ന് മാറ്റാമേ. അപ്പോൾ അതുകൂടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനുവേണ്ടി ഇതാ ഒരു പാൻ വെച്ച് അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാമേ. അതെല്ലാം ഒന്ന് റെഡിയായി വന്നതിന് ശേഷം നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള അരപ്പിട്ട് കൊടുക്കാം. ഇനി ഒരു ഗ്ലാസ് വെള്ളം മിക്സിയിൽ ജാറിൽ ഒഴിച്ച് നല്ലോണം ഒന്ന് കഴുകിയതിന് ശേഷം അത് നമുക്ക് ഇതിലോട്ടങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒഴിച്ചു കൊടുത്ത് എല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ 2 പ്രാവശ്യം ഉപ്പിട്ടിരുന്നു, എന്നാലും നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുക്കാമേ. ഇനി നമ്മൾ വെള്ളം ഒഴിച്ചല്ലോ, അതെല്ലാം ചെറുതായിട്ടൊന്ന് വറ്റി തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാമേ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും അതിനോടൊപ്പം തന്നെ ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും
1 ടീസ്പൂണോളം ഗരം മസാല ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഗരം മസാലയ്ക്ക് പകരം നിങ്ങൾക്ക് ചിക്കൻ മസാല വേണമെങ്കിലും ആഡ് ചെയ്യാമേ. അതെല്ലാം കൂടെ ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം കണ്ടല്ലോ നമ്മുടെ മിക്സിയുടെ ജാറൊക്കെ കഴുകി ഒഴിച്ച വെള്ളമൊക്കെ നല്ലോണം അങ്ങ് വറ്റി ആ കൂട്ട് മാത്രമായിട്ട് വന്നിട്ടുണ്ട്. ഇനി നല്ല രീതിയിൽ ആ പൊടിയുടെയൊക്കെ പച്ച ചുവയൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ചൂടുവെള്ളമാണ് ഒഴിക്കേണ്ടത്. അത് ഒരു 1.5 കപ്പോളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി കറി നമുക്ക് എത്രത്തോളം കറി വേണോ അതിനനുസരിച്ച് നമുക്ക് വെള്ളം കൂട്ടിയും കുറച്ചുമൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാമേ. അതെല്ലാം കറി ചെറുതായിട്ട് ഒന്ന് തിളച്ചു തുടങ്ങുന്ന സമയത്ത് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള സോയ ഇട്ട് കൊടുക്കാം. സോയ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഫൈനലായിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഒന്ന് തൂക്കി കൊടുക്കാം കേട്ടോ. അപ്പം നല്ലൊരു അടിപൊളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് മല്ലിയിലയും കൂടെ ഒന്ന് തൂക്കി കൊടുത്തതിന് ശേഷം കറി നല്ലോണം ഒന്ന് തിളയ്ക്കണം കേട്ടോ. അപ്പം നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് നല്ലോണം ഒന്ന് തിളച്ചതിന് ശേഷം തീ മീഡിയം ഫ്ലെയിമിലാക്കണേ. മീഡിയം ഫ്ലെയിമിലാക്കി ഒരു 10 മിനിറ്റ് അത് ചെറുതായിട്ടൊന്ന് വന്നിരിക്കണം കേട്ടോ. അപ്പോഴത്തേക്കും കറി കുറച്ചുകൂടെ ഒന്ന് തിക്കാകാനായിട്ട് തുടങ്ങുകയെ. എന്നിട്ട് നോക്കിയതിന് ശേഷം നമുക്ക് എത്രത്തോളം ഗ്രേവി വേണോ അതിനനുസരിച്ച് നമുക്ക് കറി ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഹൈ ഫ്ലെയിമിലിട്ട് നല്ലോണം ഒന്ന് തിളച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് തിക്കാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഉണ്ടല്ലോ നല്ലൊരു അടിപൊളിയായിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു തിക്ക് കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ചപ്പാത്തിക്കൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് കറി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ലൂസാക്കി ആ ഒരു സമയത്ത് നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ കറി കട്ടിക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ അത്രയേ ഉള്ളൂ. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ സോയയുടെ ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ചോറിനും ചപ്പാത്തിക്കും ഒക്കെ പറ്റിയ ഒരു അടിപൊളി കറിയാണ്. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക്